70ാമത്തെ വയസ്സിൽ ഇങ്ങനെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ എന്താ ഈ പരിപാടി? എന്താ ഈ രാവിലെ ഇവിടെ ഇങ്ങനെ കടന്ന് ഓടുന്ന കാണുന്നുണ്ടല്ലോ? ഞാൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ പങ്കെടുക്കുന്ന ഒരു താരമാണ്. എന്നെ പോലുള്ളവരാണ് മെഡിക്കൽ ഇൻഡസ്ട്രീസ് ക്ലോസ്. ഈ അനാവശ്യ എക്സ്പെൻസ് ഇപ്പോൾ മെസ്സിയൊക്കെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയിലാകും. ഇവിടെ എന്തോരം പിള്ളേർ ഒരു ഷൂ മേടിക്കാൻ കഴിവില്ലാത്ത പിള്ളേരുണ്ടെന്ന് അറിയാമോ? വേൾഡ് മാസ്റ്റേഴ്സിൽ പങ്കെടുത്തിരുന്നു. അവിടെ 100 മീറ്റേഴ്സിൽ ഞാൻ സെമിഫൈനലിൽ എത്തിയിട്ടുണ്ട്. സെമിഫൈനൽ? അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കൂടെ ഓടിയതിൽ? 108 രാജ്യങ്ങൾ പങ്കെടുത്തു. ഒരു ഒളിമ്പിക്സ് മോഡൽ ഒരു ഇതാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു BP, ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. റയറായിട്ട് വല്ല ചുമ പനിയൊക്കെ ഒന്നല്ല കഴിഞ്ഞു. എത്ര വയസ്സായി? 19, 60, 68 വയസ്സായി. 68 വയസ്സോ? എത്ര മീറ്റർ ചാടുന്നുണ്ട് ഇവിടെ? 5 മീറ്റർ ചാടും. എത്ര ചാടിക്കൊണ്ടിരുന്നത് നല്ല ടൈമില്? അല്ല, ഞാനിപ്പോ ഒരു 3 വർഷമായിട്ടാണ് മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. നല്ല നിലവാരം പുലർത്തിയ ഒരു ഫോർവേഡ് ആയിരുന്നു. പിന്നെ എന്റെ 100 മീറ്ററിൽ ഞാൻ 13 സെക്കൻഡ് വരെ ഓടും. 13? ഇപ്പോഴോ? ഇവിടെ ചെറുപ്പക്കാരൊക്കെ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പിള്ളേരുടെ കൂടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അതിനും കുറച്ചുകൂടെ താഴ്ത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ പുതിയ വളർന്നു വരുന്ന പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കൊളസ്ട്രോളും ഡയബറ്റീസും കാര്യങ്ങളും ഒക്കെയാണ്. ഇവരോട് എന്താ ഒരു മെസ്സേജ് പറയാനുള്ളത്? ഈ നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു പനേഷ്യ ഫോർ ഓൾ ഡിസീസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഡിപ്രഷൻ മാതിരിയുള്ള അസുഖങ്ങൾക്ക് ഇത്രയും വലിയൊരു ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നുമില്ല. യു കീപ് ജോഗിങ് ചെയ്താൽ മാത്രം മതി. നമുക്ക് നല്ല കണ്ടീഷനിങ്, ബോഡി കണ്ടീഷനിങ് ചെയ്യുന്നതാണ്. ഈ ഡോക്ടർമാരുടെയൊക്കെ പണി പോവോ? ഡെഫിനറ്റ്ലി. എന്നെ പോലുള്ളവരാണ് മെഡിക്കൽ ഇൻഡസ്ട്രീസ് ക്ലോസ്ഡ്. പുതിയ പിള്ളേർ ഈ സൂയിസൈഡ്, ഡിപ്രഷൻ പരിപാടി, അത് ഇതിപ്പോ ചെറിയ കാര്യം, ഇപ്പൊ ഒന്ന് TV ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ പോയി സൂയിസൈഡ് ചെയ്യുന്നു. എന്താ ഇതിനോടൊക്കെ പറയാനുള്ളത്? അതാണ് അവരുടെ, നമ്മൾ ചെറുപ്പം മുതലേ അവരെ ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ വരുന്നുണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ. അത് ദേ ആർ സോ എക്സൈറ്റഡ്. ട്രാക്കിൽ വരുമ്പോൾ അവർ അറിയാതെ ഓടിപ്പോവാണ്. അത് ചെറുപ്പത്തിലേ അവരെ നമ്മൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യണം. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ട് 62 വയസ്സ് വരെ കളിച്ചിരുന്നു. 62 വയസ്സ് വരെ? ഈ യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സിന്റെ കൂടെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവരുടെ യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സ്, യൂണിവേഴ്സിറ്റി ഈ പിള്ളേരുടെ കൂടെയോ കളിക്കുന്ന പിള്ളേരുടെ? ചോറ്റാനിക്ക് ഒരു സ്ഥലത്താണ് ഞാൻ കളിച്ചത്. അപ്പോൾ ദേ ആർ ഓൾ വെരി ഹാപ്പി. അവരെന്നെ അപ്പൂപ്പൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർ പറയും അപ്പൂപ്പൻ 2 ആളുടെ കളി കളിക്കും. അവരെന്നെ ടീമിലെടുക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തൊക്കെ ഐറ്റംസ് ആണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്? 100 മീറ്ററും ലോങ് ജമ്പാണ് എൻ്റെ പാഷൻ. പ്രത്യേകിച്ച് 100 മീറ്റർ ഇസ് പാഷൻ ഫോർ മീ. എനിക്ക് ട്രാക്ക് എന്ന് പറയുന്നത് ഇഷ്ടമായി. കാരണം എനിക്കെന്തോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഞാൻ വാസ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി. ഡൽഹിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിരമിച്ച് പിന്നെ ഫുൾ ടൈം ഞാനിപ്പോൾ ഈ അത്ലറ്റിക്സായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനിയുള്ള പിള്ളേർ മാക്സിമം സ്പോർട്സിലേക്ക് വരിക. നമ്മുടെ ഗവൺമെൻറ് ഈ അനാവശ്യ എക്സ്പെൻസ്, ഇപ്പോൾ മെസ്സിയൊക്കെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപയിലാകും. ലെറ്റ് ദം ഹാവ് എവറി പഞ്ചായത്തിന് ഒരു ഗ്രൗണ്ട് വേണം. അവിടെയാണ് പ്രശ്നക്കാർ. നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പിള്ളേരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. അതിന് പൈസ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇവിടെ എന്തോരം പിള്ളേർ ഒരു ഷൂ മേടിക്കാൻ കഴിവില്ലാത്ത പിള്ളേരുണ്ടെന്ന് അറിയാമോ? കീറി പറഞ്ഞ് ഷൂ ആയിട്ട് ഇവിടെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് എത്രയോ പിള്ളേർ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറി പോകും. പക്ഷേ ഈ മെസ്സി വന്നാൽ, മെസ്സി നമുക്കിപ്പോൾ TV കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ വന്ന എത്ര പേർക്ക്? ഒരു 50,000 പേർക്ക് കാണാൻ പറ്റും ഡയറക്റ്റ്. ബാക്കി എല്ലാവരും TV തന്നെയല്ലേ കാണുന്നത്. പിന്നെ അതിൽ നിന്ന് എന്ത്, നമ്മൾ പണ്ട് പെല വന്നു, മറഡോണ വന്നു പോയി, ഇനി മെസ്സിയും വന്നു പോകും. നമുക്കതുകൊണ്ട് ഫുട്ബോളിന് യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല. പിള്ളേരെ എൻകറേജ് ചെയ്ത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് മെസ്സിയുടെ കളി നേരിട്ട് കാണുമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം ഞാനൊരു ഫുട്ബോളറാണ്. എനിക്കറിയാം ഒരു ഫുട്ബോളർ എന്താ ചെയ്യുന്നതെന്ന്. മെസ്സിക്ക് ഇപ്പോൾ 5000 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ ആ പൈസ കൊടുത്ത് ഇവിടെ വന്ന് ഈ കളിക്കാർക്ക് ഒന്ന് സ്പോൺസർ ചെയ്യൂ, അവർക്കൊരു ഷൂ വാങ്ങിച്ചു കൊടുക്കൂ. അവരുടെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കി അവർ ഫുഡ് ഡയറ്റ് കഴിക്കുന്നില്ല. അവർക്ക് ഡയറ്റിന് മാസം ഒരു 3000 രൂപയുടെ ഡയറ്റ്, സ്പെഷ്യൽ ഡയറ്റ് കഴിക്കണം. ഇതൊന്നും ഇല്ലാതെ ഇവിടെ കിടന്ന് ഓടി അലഞ്ഞ് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പിള്ളേരൊക്കെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ കഴിഞ്ഞ് പിന്നെ തീർന്നു. എവരി പഞ്ചായത്ത് നമ്മൾ ഗ്രൗണ്ടുകൾ സൃഷ്ടിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി പിള്ളേർ അവിടെ മത്സരങ്ങൾ നടത്തി. ഇപ്പോൾ ഈ കേരളോത്സവമൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ വെറും പ്രഹസന. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ എവരി പഞ്ചായത്ത് ഷുഡ് ഹാവ് വൺ ഗുഡ് ഗ്രൗണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൂപ്പൻ തന്നെ വിളിക്കുക. അപ്പൊ അപ്പൂപ്പൻ സ്പോർട്സ് മന്ത്രി ആയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്? എന്ത് ചെയ്യും സ്പോർട്സ് മന്ത്രി ആയി കഴിഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എല്ലാ പഞ്ചായത്തിലും ഗ്രൗണ്ട് ഉണ്ടാക്കുക. പിന്നെ അവിടെ സ്കൂളുകാരിൽ ബന്ധപ്പെട്ട് നല്ല കോച്ചുകളെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഫുട്ബോൾ ട്രെയിനിങ്ങിൻ്റെ ഒരു ക്ലിനിക്ക് തുടങ്ങി. അപ്പം അത് രാവിലെ ഇവർ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. റോഡിൽ കൂടെ പട്ടാൾക്കാർ പോകുന്ന പോലെ ഓടി വരുന്നത് കണ്ട് ആ നാട്ടുകാർക്കൊക്കെ അതിശയം, എന്താണ് സംഭവിക്കുന്നത് ഇവിടെയാണ്. ഈ പിള്ളേരെല്ലാം എന്താ, ദേ ആർ സോ എക്സൈറ്റഡ് ടു ഗെറ്റ് ട്രെയിൻഡ് ഇൻ ഫുട്ബോൾ.
അപ്പം അതാണ് പിള്ളേരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് ഈ മരുന്നുകളെ പറ്റി അവർക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ അതിനകത്ത് ഈ വഴിച്ചിറക്കപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഐ ആം എ സ്പോർട്സ് മിനിസ്റ്റർ, ഫസ്റ്റ് തിങ് ഐ വിൽ ഡു, ഞാൻ ഗ്രൗണ്ടുകൾ സൃഷ്ടിക്കും, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. പിന്നെ പിള്ളേർക്ക് വരുന്ന ഇതനുസരിച്ച് അവർക്ക് അവരുടെ എക്സ്പെൻസുകൾ മനസ്സിലാക്കി സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക.